ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനം ഇസ്രായേൽ ചരിത്രവും 225 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പഴയ നിയമത്തിലെ പ്രവാചകന്മാരിൽ യെഹെസ്കേലിനെ പറ്റി കഴിഞ്ഞ ദിവസവും നമ്മൾ അല്പഭാഗം ചിന്തിച്ചു. ബാക്കി അല്പഭാഗം കൂടെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടെ സഹകരിക്കുക. യെഹെസ്കേൽ എന്ന് പറയുന്നത് യെശയ്യാവോ യിരെമ്യാവോ ആ നിലയിൽ ആത്മാവിൽ തന്നെ എടുത്തുകൊണ്ടു പോകുന്ന ഒരു കാഴ്ച കാണിക്കുകയാണ്. ആത്മാവ് എന്നെ എടുത്തുകൊണ്ട് പോവുകയാണ്, എന്നെ എടുത്തുകൊണ്ട് പോയി എന്നാ പറയുന്നത്. അതുകൊണ്ട് ആത്മാവിന്റെ പ്രവാചകൻ എന്നാണ് യെഹെസ്കേലിനെ പറ്റി നാം അറിയുന്നത്. യെഹെസ്കേൽ കുടുംബസ്ഥനായിരുന്നു, അദ്ദേഹം വിവാഹിതനായിരുന്നു. ഒരു ദിവസം ദൈവം യെഹെസ്കേലിനോട് പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ കണ്ണിന് ആനന്ദമായവളെ നിങ്കൽ നിന്നും എടുക്കും. ഭാര്യ എന്ന് പറയുന്നത് ദൈവം പറയുന്നത്, നാട്ടുകാരല്ലേ പറയുന്നത്. ആനന്ദമായവൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുടുംബസ്ഥരായവരെ, എനിക്ക് ഈ കാര്യത്തില് ഒരു സന്ദേശം കൂടെ പറയാനുണ്ട്. ഭാര്യ ആനന്ദമാണ്. ദൈവം പറഞ്ഞു ആനന്ദമായവളെ ഞാൻ എടുക്കുമെന്ന്. നമുക്ക് ഇന്ന് ഒരുപാട് ദൈവദാസന്മാരുടെ ഭാര്യമാർ പെട്ടെന്ന് ലോകത്തോട് വിട പറയുന്നുണ്ട്. നമുക്കതിനെതിരെ ഒരു മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ദൈവ ഉദ്ദേശമെന്നും ദൈവം അങ്ങനെ ചെയ്തു എന്നൊന്നല്ലാതെ അതിൻ്റെ കാര്യങ്ങൾക്ക് നമുക്ക് ഒരു ശരിയാമണ്ണം ഒന്നും ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല. പിന്നെ യഹോവയെ സംഭവിച്ചു എന്ന് മാത്രം പറഞ്ഞ് ആശ്വാസം കൊള്ളുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല. യെഹെസ്കേൽ 24:16 പിറ്റേ ദിവസം രാവിലെ താൻ ജനത്തോട് സംസാരിച്ചു കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പം തൻ്റെ ഭാര്യ മരിച്ചുപോയി. ഒരു വല്ലാത്ത ഒരു ദുഃഖമായി പോയില്ലേ? വളരെ കഷ്ടപ്പെട്ട് ദർശനങ്ങൾ വെളിപ്പാടുകൾ പ്രാപിച്ചിരിക്കുന്ന യെഹെസ്കേലിന് ആകെ ദുഃഖമുണ്ടായി കാണുമായിരിക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതി എന്ന് പറഞ്ഞ് ആ ഭാഗം അവിടെ നിർത്തുന്നു. നമ്മുടെ പഠനത്തോടെ ബന്ധത്തിലെ യെഹെസ്കേൽ പ്രവചനത്തെ നമുക്ക് 4 ഭാഗമായിട്ട് തിരിക്കാം. 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം വരെയും യെഹെസ്കേലിൽ ലഭിച്ച ദൈവ ദർശനവും ദൈവിക നിയോഗവും പ്രധാനപ്പെട്ട കാര്യമാണ്. തന്റെ ജീവിതത്തിൽ ലഭിച്ച ദർശനം കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. ദൈവദാസന്മാരോട് എനിക്കൊരു സന്ദേശം പറയാനുള്ളത്, നമ്മളെ പിടിച്ചു നിർത്തുന്നത് ദൈവം നമുക്കൊരു ദർശനം തന്നിട്ടുണ്ട്. രണ്ടാമത് ദൈവം നമുക്കൊരു നിയോഗമുണ്ട്. ആ നിയോഗപ്രകാരം പോയാൽ നമുക്ക് ലാസ്റ്റ് പോയിന്റ് വരെ, ഫിനിഷിംഗ് പോയിന്റ് വരെയും നമുക്ക് കർത്താവിനോട് നിൽക്കാൻ സാധിക്കും. ഇതിന്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ജോസേഫ് അവിടുത്തെ ഒരു മന്ത്രിയാണെങ്കിലും ആ പൊട്ടക്കിണർ മുതലേ ആ കുണ്ടറയുള്ള ചരിത്രം നോക്കിയാൽ ഒത്തിരി ഉണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ദൈവത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നവര് ദൈവം മറക്കത്തില്ല എന്നും കൂടെ ഓർക്കണം. നമുക്ക് 2-ാം ഭാഗത്തേക്ക് വരാം. അധ്യായം 4 മുതൽ 24 വരെയും യഹൂദന്മാരുടെ മേൽ വരുന്ന ന്യായവിധി. എന്താ ന്യായവിധി എന്ന് പറയുമ്പോൾ തെറ്റു ചെയ്യുന്നവന്റെ ശിക്ഷ ന്യായമായ വിധിക്കുന്ന ദൈവം. അന്നേരം അവര് തെറ്റ് ചെയ്തു,
തെറ്റ് ചെയ്തവർക്ക് പ്രതിഫലമല്ല കിട്ടുന്നത്, ന്യായവിധിയാണ്. ദൈവത്തിനോട് നിൽക്കുന്നവർക്ക് പ്രതിഫലം കിട്ടും. 4-ാം അധ്യായം മുതൽ 24 വരെയും യഹൂദന്മാരുടെ മേൽ വരുന്ന ന്യായവിധി. ഇനി 3-ാമത്തെ ഭാഗത്തേക്ക് നോക്കാം. 25-ാം അധ്യായത്തിൽ 32-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ചുറ്റുമുള്ള ജാതികളായിരിക്കുന്നവരുടെ ന്യായവിധി. അതുകൊണ്ട് ദൈവമക്കളെ ഉപദ്രവിക്കുന്നവർക്ക് ദൈവം കണ്ണടച്ച് കളയില്ല. അത് ഭൂമിയിൽ വെച്ച് തന്നെ ശിക്ഷ അനുഭവിക്കും. മരണാനന്തരം വേറെ അവരെന്തെല്ലാം ചെയ്തോ അതിന് തക്കവണ്ണം ജാതികളുടെ മേലുള്ള ന്യായവിധി, ജാതികൾക്കുള്ള സംഭവത്തെ പറ്റിയാണ് 25 മുതൽ 32 വരെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 4-ാം ഭാഗം 33-ാമത്തെ അധ്യായം മുതൽ 48 വരെയും ഇസ്രായേലിന്റെ ഉദ്ധാരണവും ദൈവജനത്തിന്റെ പുനർനിർമ്മാണവുമാണ്. നമ്മുടെ ശരിയാമണ്ണം 33-ാമത്തെ അധ്യായം മുതൽ 48 വാക്യം വായിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത വെളിപ്പെട്ട് വരുന്നു. യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത വെളിപ്പെട്ട് വരുമ്പം തന്നെ അവിടെയുള്ളതായ രോഷ്, മേശക്, തുബേൻ എന്നിവരുടെ മേലുള്ള ന്യായവിധിയും നമുക്ക് കാണാൻ സാധിക്കും. അതാണ് 33 മുതൽ 48 വരെയുള്ള അധ്യായം. ഏറ്റവും പരമപ്രധാനമാണ്. നമ്മുടെ പ്രത്യാശ ഒന്നുകൂടെ ഉണർത്തുന്നതും നമ്മുടെ നിത്യതയെപ്പറ്റി ഓർക്കുന്നതും ലോക മഹാശക്തി ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ ശിക്ഷ, ലോകത്തിൽ ഇവര് സംഭവിക്കാത്ത സംഭവങ്ങൾ അവിടെ വെളിപ്പെടുത്തുന്നതാണ് യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത. യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ അതിനു മുമ്പേ കാഹളനാദം കേട്ട വിശുദ്ധന്മാരെല്ലാം ഉയർത്തെഴുന്നേറ്റ് നേരെ സ്വർഗത്തിൽ ചെല്ലുകയും അവിടുന്ന് ആയിരക്കണക്കിന് കോടിക്കണക്കിന് ദൈവജനം ഈ ഇസ്രായേലിലേക്ക് വരുന്നതാണ് ഈ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിന്റെ ഏറ്റവും പരമപ്രധാനമായ ഭാഗം എന്ന് പറയുന്നത് ഇസ്രായേലേ മടങ്ങി വരിക, മടങ്ങി വരിക. ആഹ്വാനം നമ്മൾ നോക്കുമ്പോൾ ഒരു മടങ്ങി വരേണ്ട ആഹ്വാനമാണ്. എനിക്കിന്നൊരു ചെറിയ സന്ദേശത്തെ പറയാനുള്ളത്, ഇന്ന് ദൈവകൃപയെന്ന് വിട്ട ഒത്തിരി പേരുണ്ട്, ലോകത്തോട് ചേർന്നവരുണ്ട്, ഈ ലോകത്തോട് അനുരൂപമായി തീർന്നവരുണ്ട്. മടങ്ങി വരിക, മടങ്ങി വരിക എന്നാണ് എന്റെ ഏറ്റവും പ്രധാനമായ സന്ദേശം. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നമ്മൾ പോകുവാൻ തയ്യാറാകുക. ഭാരതത്തിൽ വഴികളുണ്ടാകാൻ പോകുന്നു. അതിലും നിങ്ങൾ അങ്ങാവുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.